ഒരു വ്യക്തിയുടെ ഈമാനിന്റെ അടയാളം പോലും നാം നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. നിങ്ങളിൽ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്ന് പരലോകമുണ്ട് എന്ന വിശ്വാസം. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട്. നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുകയും ആ വിഷയത്തിൽ അല്ലാഹു ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു ലഫ്ളും നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നില്ല, റഖീബുൻ അതീദുമായ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മലക്കുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ. അപ്പോൾ ഓരോ ലഫ്ളുകളും രേഖപ്പെടുത്തപ്പെടുകയും പരലോകത്ത് അതിന്റെ വിചാരണ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അതുകൊണ്ട് ഖൈർ മാത്രമേ നിങ്ങൾ പറയാവൂ. ഔ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ലിയസ്മുത്, മിണ്ടാതിരിക്കുക, മൗനം അവലംബിക്കുക, നാവിനെ അടക്കുക. ഒരു സ്വഹാബി ചോദിച്ചു പ്രവാചകനോട്, മൻ നജാതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് വിജയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ മുറുക്കി പിടിച്ചോ, അതിനെ അടക്കി വെച്ചോ, അവിടെയാണ് വിജയം, അവിടെയാണ് രക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു.